പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് 15 വർഷം നീണ്ടുനിന്ന തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിന് അന്ത്യം കുറിച്ച് ബി.ജെ.പി. അധികാരത്തിലേക്ക് ചുവടുവെക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 207 സീറ്റുകൾ നേടി ചരിത്ര വിജയം കൈവരിച്ച ബി.ജെ.പി. ബംഗാളിലെ ആദ്യ സർക്കാർ രൂപീകരണത്തിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. കൊൽക്കത്തയിലെ ബിശ്വബംഗ്ല കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന നിർണായക നിയമസഭാ കക്ഷി യോഗത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയതോടെ ബംഗാൾ രാഷ്ട്രീയം വൻ ആകാംക്ഷയുടെ നിഴലിലാണ്. കേന്ദ്ര നിരീക്ഷകനായി പാർട്ടി ചുമതലപ്പെടുത്തിയ അമിത്ഷായുടെ അധ്യക്ഷതയിലാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ യോഗം ചേർന്നത്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കാവിപ്പട അധികാരത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ ആരിയ്ക്കുമെന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം. കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെക്കുന്ന പേരിന് MLA-മാരുടെ യോഗം ഔദ്യോഗികമായി അംഗീകാരം നൽകുന്നതോടെ സംസ്ഥാനത്തിന്റെ പുതിയ ഭരണാധികാരിയെക്കുറിച്ചുള്ള പ്രഖ്യാപനമുണ്ടാകും. ബംഗാളിലെ രാഷ്ട്രീയ മാറ്റം കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല, മറിച്ച് ഒരു വലിയ രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ വിജയമായാണ് ദേശീയ തലത്തിൽ വിലയിരുത്തപ്പെടുന്നത്. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിനെ അപ്രസക്തമാക്കിക്കൊണ്ടുള്ള ഈ മുന്നേറ്റം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെ അഭിപ്രായം അമിത്ഷാ തേടുന്നുണ്ട്. പ്രാദേശികമായ ജനസ്വാധീനവും ഭരണപരിചയവും ഒത്തുചേരുന്ന ഒരു നേതാവിനെയാകും ബി.ജെ.പി. ഉയർത്തിക്കാട്ടുക. ബംഗാളിലെ സാംസ്കാരിക പൈതൃകവും വികസന സ്വപ്നങ്ങളും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നതാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ലക്ഷ്യം. മെയ് 9 കൊൽക്കത്തയിലെ പ്രശസ്തമായ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലാണ് പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക എന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചന നൽകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ബി.ജെ.പിയുടെ പ്രമുഖ ദേശീയ നേതാക്കൾ ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ബംഗാളിലെത്തും. 1 ലക്ഷത്തിലധികം പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള വൻ ശക്തി പ്രകടനമായി സത്യപ്രതിജ്ഞാ ചടങ്ങിനെ മാറ്റാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ സംസ്ഥാനത്തെ ക്രമസമാധാന നില ഉറപ്പാക്കുന്നതിനും പുതിയ സർക്കാരിന്റെ നയരൂപീകരണത്തിനുമായി അമിത്ഷാ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിയിരുന്നു. വികസനത്തിനും സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന ഒരു ഭരണ സംവിധാനമാണ് ബി.ജെ.പി. വാഗ്ദാനം ചെയ്യുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ പതനം ബംഗാൾ രാഷ്ട്രീയത്തിൽ വലിയൊരു ശൂന്യത ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ശൂന്യത നികത്തിക്കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒപ്പം കൊണ്ടുപോകുന്ന ഒരു ഭരണശൈലിയാകും ബി.ജെ.പി. സ്വീകരിക്കുക. 15 വർഷത്തെ ഭരണവിരുദ്ധ വികാരം ബി.ജെ.പിക്ക് അനുകൂലമായത് എങ്ങനെയാണെന്ന് പാർട്ടി നേതൃത്വം വിശകലനം ചെയ്യുന്നുണ്ട്. പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതോടെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അമിത്ഷാ കൊൽക്കത്തയിൽ എത്തിയത് മുതൽ നഗരത്തിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബിശ്വബംഗ്ല കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന യോഗത്തിൽ ഓരോ MLA-യുടെയും അഭിപ്രായം വ്യക്തിപരമായി ചോദിച്ചറിയാനാണ് കേന്ദ്ര നിരീക്ഷകന്റെ തീരുമാനം. പാർട്ടിയിലെ ഐക്യം നിലനിർത്തിക്കൊണ്ട് സുഗമമായ ഒരു ഭരണ കൈമാറ്റം ഉറപ്പാക്കുക എന്നതാണ് ഷായുടെ പ്രധാന ദൗത്യം. ബംഗാളിലെ ഗ്രാമീണ മേഖലകളിൽ നിന്നുൾപ്പെടെ ബി.ജെ.പിക്ക് ലഭിച്ച വൻ പിന്തുണ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കണമെന്ന് അമിത്ഷാ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും മുൻഗണന നൽകുന്ന പദ്ധതികൾ ആദ്യ ക്യാബിനറ്റിൽ തന്നെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ബി.ജെ.പി. നേതൃത്വം ജാഗ്രത പാലിക്കുന്നുണ്ട്. വിജയാഹ്ലാദങ്ങൾക്കിടയിലും സമാധാനം നിലനിർത്തണമെന്ന് പ്രവർത്തകർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പരിഗണിക്കപ്പെടുന്നുണ്ട്. എങ്കിലും കേന്ദ്ര നേതൃത്വത്തിന്റെ അന്തിമ തീരുമാനം പലപ്പോഴും ഞെട്ടിക്കുന്നതാകാറുണ്ട്. ബംഗാളിലെ ജാതി മത സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക. ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനായി പന്തലൊരുക്കുന്ന ജോലികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം പ്രമാണിച്ച് കൊൽക്കത്ത നഗരം പൂർണ്ണമായും സുരക്ഷാ വലയത്തിലായിരിക്കും. ബി.ജെ.പി. ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. 15 വർഷത്തെ TMC ഭരണത്തിൽ അഴിമതിയും രാഷ്ട്രീയ അതിക്രമങ്ങളും വർദ്ധിച്ചുവെന്നാരോപിച്ചാണ് ബി.ജെ.പി. വോട്ട് തേടിയത്. അതുകൊണ്ട് തന്നെ സുതാര്യമായ ഒരു ഭരണം കാഴ്ചവെക്കുക എന്നത് പുതിയ മുഖ്യമന്ത്രിക്ക് മുൻപിലുള്ള വലിയ വെല്ലുവിളിയാണ്. അമിത്ഷായുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന ചർച്ചകൾ പുതിയ സർക്കാരിന്റെ ഘടനയും നയങ്ങളും വ്യക്തമാക്കുന്നതാകും. അമിത്ഷായുടെ സന്ദർശനം കേവലം ഒരു ഔദ്യോഗിക ചടങ്ങ് മാത്രമല്ല, അത് ബി.ജെ.പിയുടെ ബംഗാൾ മിഷന്റെ പൂർത്തീകരണം കൂടിയാണ്.
വർഷങ്ങളോളം നടത്തിയ കഠിനാധ്വാനത്തിന്റെ ഫലമായാണ് ഈ 207 സീറ്റുകൾ ലഭിച്ചതെന്ന് അദ്ദേഹം പാർട്ടി പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചു. അമിത്ഷായുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ നടക്കുന്ന നീക്കങ്ങൾ ബംഗാളിന്റെ ഭാവി നിശ്ചയിക്കുന്നതാണ്. പുതിയ മുഖ്യമന്ത്രിയുടെ പേര് പുറത്തു വരുന്നതോടെ സംസ്ഥാനം പുതിയൊരു ഭരണക്രമത്തിലേക്ക് മാറും. മെയ് 9 നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങോടെ ബംഗാൾ രാഷ്ട്രീയത്തിൽ വലിയൊരു പരിവർത്തനം പൂർണ്ണമാകും. മോദി ഷാ കൂട്ടുകെട്ടിന്റെ തന്ത്രങ്ങൾ ബംഗാളിലെ മണ്ണിൽ എങ്ങനെ പ്രാവർത്തികമാകുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പുതിയ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിനായി ബംഗാൾ കാത്തിരിക്കുകയാണ്.